എമ്പുരാൻ സിനിമ ഇറങ്ങിയതിനു ശേഷം ഏറെ ചർച്ചകളിലേക്ക് വരുന്നതാണ് സിനിമകളിൽ സെൻസർ ബോർഡിന്റെ ആവശ്യമുണ്ടോ. സിനിമകൾ സംഭവിക്കുന്നത് ശരിക്കും ഒരു എഴുത്തുകാരന്റെ കഥയിൽ നിന്നാണ്. അത് തികച്ചും അദ്ദേഹത്തിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. എന്നാൽ സിനിമ കാണുന്നത് പോലെ തന്നെ അതേ സ്വാതന്ത്ര്യം അത് ആസ്വദിക്കുന്ന പ്രേക്ഷകനുമുണ്ട്. ഒരു സിനിമ അത് സമൂഹത്തിന് നൽകുന്നത് ആസ്വാദനം മാത്രമല്ല, പലതരത്തിലുള്ള സ്വാധീനങ്ങളാണ്. സിനിമ കണ്ടിറങ്ങുന്നവരിൽ പലപ്പോഴും അതിലെ കഥാപാത്രങ്ങളും അതിൽ അഭിനയിച്ച താരങ്ങളും അല്ലെങ്കിൽ ആ കഥയിലെ ചില സംഭവങ്ങളും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. സിനിമകളിൽ സെൻസർ ബോർഡിന്റെ ആവശ്യമുണ്ട്. കാരണം എന്തെന്നാൽ സിനിമ സമൂഹത്തെ പ്രതികൂലമായോ അനുകൂലമായോ ബാധിക്കുന്ന ശക്തമായ മാധ്യമമാണ്. സിനിമ സഞ്ചരിക്കുന്നത് ഒരാളുടെ മനസ്സിൽ മാത്രമല്ല. അതുകൊണ്ട് തന്നെ അശ്ലീലവും ഹിംസയും അടങ്ങിയ ഉള്ളടക്കം നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാണ്. എന്താണ് സെൻസർ ബോർഡ്? ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു ഏജൻസിയാണ് സെൻസർ ബോർഡ്. CBFC, സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ. ഈ ഒരു ബോർഡിലുള്ള ആളുകൾ സിനിമയുടെ ഉള്ളടക്കം പരിശോധിച്ച് സമൂഹത്തിന് സിനിമ യോജിക്കുമോ ഇല്ലയോ എന്ന് നിശ്ചയിക്കുന്നു. സെൻസർ ബോർഡിൻ്റെ ആവശ്യകതയെപ്പറ്റി പലരും പലതും പറയുന്നുണ്ട്. എന്നാൽ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ സിനിമ കാണുന്നതിനാൽ അതിൻ്റെ ഉള്ളടക്കം എല്ലാവർക്കും പറ്റുന്നതാവണം. കുട്ടികൾക്കിടയിൽ സിനിമ കാണുമ്പോൾ അശ്ലീലം, വർഗീയത, ആക്രമണങ്ങൾ ഇതെല്ലാം അവരെ സിനിമ കാണുന്നതിലൂടെ സ്വാധീനിക്കാൻ സാധ്യതയേറെയാണ്. രാഷ്ട്ര സുരക്ഷ, സാമൂഹിക മൂല്യങ്ങൾ ഇതൊക്കെ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ സിനിമകൾ സെൻസർ ചെയ്യപ്പെട്ടതിന് ശേഷം മാത്രം നമ്മളിലേക്ക് എത്തുന്നത്. എന്നാൽ സെൻസർ ബോർഡ് ഇല്ലാത്ത രാജ്യങ്ങളുമുണ്ട് കേട്ടോ. അമേരിക്ക, ഫ്രാൻസ്, ഡെൻമാർക്ക്, ജപ്പാൻ, സ്വീഡൻ, ജർമ്മനി, കാനഡ, ഓസ്ട്രേലിയ ഈ രാജ്യങ്ങളിൽ പോലും തീവ്രമായ ഉള്ളടക്കമുള്ള കണ്ടന്റുകളുള്ള സിനിമകൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ പോലും കുട്ടികളുടെ അശ്ലീലം, റിയൽ വയലൻസ് എന്നിവയ്ക്കൊക്കെ നിയമപരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വന്നേക്കാമെങ്കിലും മുഖ്യധാര സിനിമയ്ക്ക് ഈ രാജ്യങ്ങൾ പൊതുവെ മുൻകൂർ സെൻസർഷിപ്പ് ഇല്ലാതെ പൂർണ്ണ കലാപരമായ സ്വാതന്ത്ര്യം നൽകി വരുന്നുണ്ട്. സിനിമയുടെ സാമൂഹികവും ധാർമ്മികവും നിയമപരവുമായ സംരക്ഷണത്തിനായി 4 തരത്തിലുള്ള സെൻസേഴ്സാണ് നിലവിലുള്ളത്. ഒന്നാമത്തേത് യു അല്ലെങ്കിൽ യൂണിവേഴ്സൽ. എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും കാണുന്നതിന് വേണ്ടിയിട്ടാണ് യു സെൻസേർഡ് ആയിട്ടുള്ള സിനിമകൾ വരുന്നത്. അടുത്തതായി U+A. രക്ഷിതാക്കളുടെ മാർഗനിർദ്ദേശപ്രകാരം 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലാണ് U+A സെൻസേർഡ് സിനിമകൾ വരുന്നത്. അടുത്തതായി നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് A സർട്ടിഫൈഡ് സിനിമകൾ. A എന്നാൽ അഡൾട്ട്, മുതിർന്നവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നതാണ് A സർട്ടിഫൈഡ് സിനിമകൾ. അടുത്തതായി S സ്പെഷ്യൽ ഓഡിയൻസ്. പ്രൊഫഷണലുകൾ അല്ലെങ്കിൽ ഗവേഷകർ പോലുള്ള ഒരു പ്രത്യേക ഗ്രൂപ്പിന് വേണ്ടി മാത്രം സെൻസർ ചെയ്തിറങ്ങുന്ന സിനിമകളാണ് S കാറ്റഗറിയിൽ വരുന്നത്. ഒരു സിനിമയിൽ അമിതമായ ആക്രമണം, അശ്ലീലം അല്ലെങ്കിൽ രാഷ്ട്രീയമായി സെൻസിറ്റീവായ കാര്യങ്ങൾ എന്നിവ അടങ്ങിയിട്ടുണ്ടെങ്കിൽ CBFCക്ക് അത് വെട്ടിക്കുറച്ചുകൊണ്ട് പരിഷ്കാരങ്ങൾ വരുത്തി സിനിമ പുറത്തേക്ക് ഇറക്കാവുന്നതാണ്. ധാർമ്മിക സെൻസർഷിപ്പ് എന്നതിലൂടെ മതവിഭാഗങ്ങൾ, സാംസ്കാരിക സംഘടനകൾ, പൊതുജനങ്ങൾ എന്നിവരിൽ നിന്ന് സിനിമാ നിർമ്മാതാക്കൾ പലപ്പോഴും സമ്മർദ്ദങ്ങൾ നേരിടുന്നുണ്ട്. ഉദാഹരണത്തിന് ന്യൂഡിറ്റി, ഇൻറ്റിമസി സീനുകൾ, അശ്ലീല സംഭാഷണങ്ങളോ ആംഗ്യങ്ങളോ അങ്ങനെ കുറ്റകരമെന്ന് കരുതാവുന്ന ഉള്ളടക്കം ഒഴിവാക്കാൻ സിനിമ പൂർത്തിയായതിനു ശേഷം നിർബന്ധിതരാവുന്നുണ്ട്. രാഷ്ട്രീയ സെൻസർഷിപ്പ് എന്നതിലൂടെ സിനിമകൾ സെൻസിറ്റീവ് രാഷ്ട്രീയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴാണ് രാഷ്ട്രീയ സെൻസർഷിപ്പ് നടത്തുന്നത്. സർക്കാരോ രാഷ്ട്രീയ ഗ്രൂപ്പുകളോ സിനിമകൾ നിരോധിക്കാനോ സെൻസർ ചെയ്യാനോ ഇടപെട്ടേക്കാം. സർക്കാർ നയങ്ങളെയോ രാഷ്ട്രീയക്കാരെയോ സിനിമ ഏതെങ്കിലും രീതിയിൽ വിമർശിക്കുന്നതിലൂടെയാണ് ഈ തീരുമാനം വരുന്നത്. വിവാദ ചരിത്ര സംഭവങ്ങളെ അഭിസംബോധന ചെയ്യുക, ഭരണസ്ഥാപനത്തിനെതിരായ പ്രത്യയശാസ്ത്രങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, ഇത്തരത്തിൽ രാഷ്ട്രീയ സെൻസിറ്റിവിറ്റി കാരണം പല സിനിമകളും എഡിറ്റ് ചെയ്യപ്പെടുകയും സർട്ടിഫിക്കറ്റ് നിഷേധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇടയിൽ. മുഴുവനായി പറഞ്ഞാൽ ശരിക്കും സെൻസർ ബോർഡിലെ നടപടിക്രമങ്ങൾ സിനിമയുടെ പ്രിവ്യൂ സ്ക്രീനിങ് കണ്ടതിന് ശേഷം മാറ്റങ്ങൾ ആവശ്യമെങ്കിൽ അത് നിർദ്ദേശിക്കുന്നു, സർട്ടിഫിക്കറ്റ് നൽകുന്നു. സെൻസർ ബോർഡ് സിനിമയുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. ചില സിനിമകൾക്ക് സെൻസർ തടസ്സങ്ങൾ നൽകുമ്പോൾ അത് ഒരിക്കലും ഏകപക്ഷീയ തീരുമാനങ്ങൾ ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം. സിനിമയുടെ സ്വാതന്ത്ര്യവും സമൂഹത്തിൻ്റെ നന്മയും ഒരുമിച്ചെങ്കിൽ മാത്രമേ ഇനിയും ഇതുപോലെ നല്ല നല്ല സിനിമകൾ സമൂഹത്തിലേക്ക് നൽകാനും അത് നല്ല രീതിയിൽ ആസ്വദിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. ഇനി നിങ്ങൾ പറ, സിനിമയിൽ സെൻസർ ബോർഡിൻ്റെ ആവശ്യമുണ്ടോ?